പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. പ്രധാനമന്ത്രി വിഭാഗീയത സൃഷ്ടിക്കുന്നുവെന്നും അടിയന്തര നടപടി വേണമെന്നും ഹർജിയിൽ പറയുന്നു. വിഷയം വിശദമായി പരിശോധിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ബൽറാം, പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ബൽറാം? ഗോപികൃഷ്ണൻ, ബൻസ്വാഡയിൽ കഴിഞ്ഞ മാസം 21-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തിന് എതിരെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ഇടപെടൽ, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിയമപരമായ ഒരു പോരാട്ടത്തിനായി ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സംഖ്യ വിഭജനം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗം നടത്തി എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സ്ഥാനാർത്ഥികൾക്കുമെതിരെ അടിയന്തര നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ഹർജി പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അതൊരു ഭരണഘടനാ സ്ഥാപനം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തരം പരാതികളിൽ ഉണ്ടാകുന്ന കേസുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് എന്നും വിഷയം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കോടതിക്ക് കഴിയില്ല എന്നുമുള്ള വാക്കാൽ പരാമർശമാണ് ജസ്റ്റിസ് ദത്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഉടൻ ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടി ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.